വെൽക്കം സായിറ, ഞാൻ ഗൗരി ജയൻ. കഴിഞ്ഞ വീഡിയോയിൽ ബാക്കിയാണ് ഇനി പറയാനുള്ളത്. സായിറ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എല്ലാവർക്കും തന്നെ നന്മകളും തിന്മകളും കഷ്ടങ്ങളും എല്ലാം തന്നെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും തന്നെ കഷ്ടങ്ങളും ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും ഒക്കെ വരും. എല്ലാം മറികടന്ന് തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ശരി തന്നെ, എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ നന്മയും തിന്മകളൊക്കെ ഉണ്ടാകുന്നതാണ് സായിറ. എന്നാലും നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുന്ന ആ ദൈവത്തെ ഓർത്ത് നമ്മൾ ഒരു നന്ദി പറയണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്കും ഭഗവാന് നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല, എല്ലാം നമുക്ക് ഭഗവാൻ തന്നതാണ്. അതുകൊണ്ട് നമ്മണ്ടേന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെയാണ്. പിന്നെ എന്തിനാ ഭഗവാന് നമ്മൾ എന്താ തിരിച്ചു കൊടുക്കുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നന്ദി പറയുക. സ്നേഹം ഭഗവാന് സ്നേഹം പറയുന്നത് ഒരുപാട്. സ്നേഹം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തി കാണിക്കുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് സായിറ. ഇനി ബാക്കി എൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാനുള്ളത്. സായിറ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് നിങ്ങളോട് പറഞ്ഞതായിരുന്നല്ലോ, എൻ്റെ മോളുടെ ജ്വൽസ് പോയതും ഇടുപ്പ് വേദന വന്നതും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതാണല്ലോ സായിറ. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സായിറ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ചിക്കൻ ഗുനിയ പനി വന്നത്. എല്ലാവർക്കും പനി വന്നിട്ടുണ്ടായിരുന്നു സായിറ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി പിടിച്ചു. അത് കഴിഞ്ഞു. മുട്ടുവേദനയും ഇടുപ്പ് വേദനയും വീണ്ടും തുടങ്ങി സായിറ. എണീച്ച് നടക്കാനോ ഒന്നിനും പറ്റാതായി. ചുമര് പിടിച്ചിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിനും എനിക്കും ഒപ്പം വന്നതുകൊണ്ട് ഒരുപാട് പ്രയാസമായിരുന്നു സായിറ. അങ്ങനെ വീണ്ടും അകല്യ, ഞങ്ങളുടെ കുറച്ച് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് അകല്യ ഉള്ളത്. അങ്ങനെ അവിടെ കൊണ്ടുപോയി വീണ്ടും അഡ്മിറ്റ് ചെയ്തു സായിറ. അഡ്മിറ്റ് ചെയ്ത് 10 ദിവസമൊക്കെ ഉഴിച്ചലും പിഴിച്ചലും കിഴിയും ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു. പിന്നെ ആയുർവേദ മരുന്നൊക്കെ അങ്ങനെ കഴിക്കുകയായിരുന്നു. അത് കഴിച്ചു. അങ്ങനെ കുറച്ച് വേദന വരും, ശരിയാകും. മുട്ടുവേദന വരും, ഇടുപ്പ് വേദന വരും, നടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലമൊക്കെ അങ്ങനെ പോയി സായിറ. മരുന്നിലും ഇങ്ങനെ അധികം വെയിറ്റുള്ള ജോലികളൊന്നും ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ 2020 സായിറ എൻ്റെ മോളെ പ്രസവത്തിന് വിളിച്ചിട്ട് വന്നത്. പ്രസവത്തിന് വിളിച്ചിട്ട് വരികയും അവൾക്ക് പ്രസവ കാര്യങ്ങളൊക്കെ നേരെ ആയി, ഡേറ്റായി. ഞങ്ങൾ ആസ്പത്രിയിൽ പോവുകയായിരുന്നു സായിറ. ആസ്പത്രിയിൽ പോയി. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. മരുമോൻ വന്നത് ക്വാറൻറ്റൈനിൽ വെച്ചിരിക്കുകയാണ്. അവരെ വിടില്ല, ആസ്പത്രിക്കൊന്നും വിടില്ല, കൂടെ വരാൻ പറ്റില്ല, നിങ്ങൾ ക്വാറൻറ്റൈനിൽ തന്നെ ഇരിക്കണം എന്നായി സായിറ. എൻ്റെ കൂടെ വരാൻ ആരുമില്ല, ആരെയും അവർ അനുവദിച്ചില്ല. ഹോസ്പിറ്റലിൽ ഒരേ ഒരാൾ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമായിരുന്നു സായിറ. ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഓർത്ത് നോക്കൂ, ആരെയും വിടൂല്ല. മോൾക്ക് ഡേറ്റുമായി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കെ മോൾക്ക് പ്രസവ വേദന വരികയും രാവിലെ ഒരു 5:30 അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രസവ വേദന വരികയായിരുന്നു സായിറ. അതിന് ശേഷം ഒരു 12-12:30 ആകുമ്പോൾ അവർ കുറച്ച് കഞ്ഞി വേണം പറയുകയായിരുന്നു സായിറ. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ പാലക്കാട്ടിൽ ലക്ഷ്മി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ട മൈതാനത്തെ ഗവൺമെൻറ് ആസ്പത്രീൻ്റെ അടുത്ത് വേണം. കഞ്ഞിയൊക്കെ അവിടെയാണ് കിട്ടാറുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മോളെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? കഞ്ഞി വാങ്ങിക്കാൻ പോകാൻ പറ്റുമോ? അവൾ വേറെ അവിടെ കരച്ചിൽ, അത് കേട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റുമോ? ഒന്നും നിങ്ങൾക്കറിയാം, എല്ലാ അച്ഛനും അമ്മയ്ക്കും മക്കളോട് ആ സ്ഥിതി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഒന്നും പറയേണ്ടതില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവമേ, കഞ്ഞി കേൾക്കണമല്ലോ, ഞാൻ ഇവളെ വിട്ടിട്ട് എങ്ങനെയാണ് കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു സായിറ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുസ്ലിം സഹോദരിയും ഒരു മുസ്ലിം സഹോദരനും, ജാതിഭേദം പറയുകയല്ല, ആ നേരത്ത് ദൈവമായിട്ട് വന്ന് എൻ്റെ മോൾക്ക് കഞ്ഞി കൊടുത്തത് അവരായിരുന്നു. അവരുടെ മോളും
ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരാണ് മോൾക്ക് കഞ്ഞി തരികയും ഞാൻ കൊണ്ട് കഞ്ഞി കൊടുക്കുകയും ചെയ്തു സായിറാം. അതാണ് ദൈവം ഏത് രൂപത്തിൽ ആർക്ക് എപ്പോൾ വരുമെന്ന് ആർക്കും പറഞ്ഞുകൂടാ. ആ നേരത്തായിരുന്നു അവർ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് സായിറാം. അതിന് നന്ദി. ആ സഹോദരനും സഹോദരിയും എവിടെ ഉണ്ടെങ്കിലും അവർ ഈ വീഡിയോ കൂടെ അറിഞ്ഞോട്ടെ. പേരോ നാളോ ഒന്നും അവരെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ പാലക്കാട്ടുകാരാണെന്ന് മാത്രമേ അറിയൂ. അങ്ങനെ പോയി. പിന്നെ കുറച്ച് മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു സായിറാം. അപ്പോഴും മരുന്ന് വാങ്ങിക്കാനും എനിക്ക് മരുന്ന് കട അവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ. കോട്ട മൈതാനത്താണ് പോകണം, അവിടെ ഒരു കടയിലേ കിട്ടുള്ളൂ എന്നായി. അപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എന്ത് ചെയ്യണം, 4-4:30 പ്രസവം ആയിട്ടില്ല. 5:30 വേദന. അവൾ വേറെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സായിറാം. എനിക്ക് വേദന സഹിക്കാൻ വയ്യാന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സായിറാം. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പത്തെ ഇപ്പം ഞാൻ ചിരിച്ച് സംസാരിക്കണം സായിറാം. അപ്പോഴങ്ങനെയാണ്. അങ്ങനെ ഒരു 5:30 ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഇത് സിസേറിയൻ വേണ്ട വരും, ബിഗ് ബേബിയാണ് തോന്നുന്നു, അതുകൊണ്ട് പിന്നെ സിസേറിയൻ വേണ്ട വരും എന്ന് പറയുമായിരുന്നു സായിറാം. എനിക്കെന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. ആരെയും ഹോസ്പിറ്റലും വിടില്ല. സുഖപ്രസവമാണെങ്കിലും കൂടെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടിയെ നോക്കുക, അവളെ നോക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഒരു 2-3 പേരെങ്കിലും വേണം സിസേറിയൻ കഴിഞ്ഞാൽ. എന്ത് ചെയ്യുന്ന അറിയാതെ ഞാനിങ്ങനെ ദൈവങ്ങളെ എല്ലാ ദൈവത്തിനെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു സായിറാം. ആ നേരത്തുള്ള എനിക്കൊന്നും പറയാൻ വയ്യ സായിറാം. അങ്ങനെയായിരുന്നു ഞാൻ ആ നിലമ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 6-6:30 കൂടിയാണ് മോള് വിളിച്ചു എന്നെ. 5:30 വിളിച്ചു എന്നെ ഡോക്ടർ. ഇങ്ങനെ സിസേറിയൻ വേണ്ട വരും, സിസേറിയൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. മോളും അതേമാതിരി പറയുകയാണ്, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എനിക്ക് സിസേറിയൻ തന്നെ ചെയ്തോളൂ, എനിക്ക് ഇനി പറ്റില്ല എന്ന് അവളും കരയായിരുന്നു. ഞാനപ്പോൾ എന്താ ചെയ്യണത്, ശരി വരുന്ന അവിടം വെച്ച് കാണുക, നമുക്ക് ദൈവമുണ്ട് തുണക്കി എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാ ദൈവത്തെയും വിളിച്ച് കരയുന്നുണ്ടായിരുന്നു സായിറാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു മോള് സുപ്രസവത്തോടു കൂടി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് സായിറാം. ഇതൊക്കെ എന്തിനാ നിങ്ങളോട് പറയണമെന്ന് ആണ് ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകും. എനിക്കിത് പറയാതെ ഇരിക്കാൻ വയ്യ സായിറാം. അങ്ങനെയായിരുന്നു ആ കൊറോണ ടൈമിൽ ഒരു കടകളും ഉണ്ടാവില്ല, ഒരാളെ അവർ അനുവദിക്കൂല്ല ഹോസ്പിറ്റലിൽ. അതൊക്കെ സംസാരിക്കാനൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല സായിറാം. ഞാൻ എന്നാലും നിങ്ങളോട് പറയുകയാണ്. ഇപ്പോഴും എനിക്ക് അടക്കിയാണ് പറയാനായിട്ട്, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ സുഖപ്രസവം എൻ്റെ മോള് പ്രസവിച്ചു. അങ്ങനെ ഞാൻ അപ്പം ആ ടൈമിൽ എല്ലാ ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തിരുപ്പതിയിൽ പോയി ഞാൻ തലമൊട്ടയടിക്കുകയായിരുന്നു സായിറാം. അത് അങ്ങനെ കഴിഞ്ഞു. കുറേയൊക്കെ അങ്ങനെ കാലം പോയിക്കൊണ്ടിരുന്നു സായിറാം. ഇപ്പോൾ എനിക്ക് ബാബ വന്നു. 2022 ബാബ വന്നു. പിന്നെ പൂജകളും 7 മണിക്കാണ്, അല്ലെങ്കിൽ കാലത്തൊക്കെ എണീക്കുക 6, 6:30, 7 അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാലത്ത് എണീക്കാറുള്ളത്. ഇപ്പോൾ 4 മണിക്കൊക്കെ എണീച്ച് ഭഗവാനെ പൂജിക്കാനും ആരാധിക്കാനും അഭിഷേകം ചെയ്യാനും ഭഗവാനെ കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ അതൊരു മഹാഭാഗ്യമായി കിട്ടിയിരിക്കുന്നു. ഒരു ചടവുമില്ല, കഷ്ടവുമില്ല, ഒന്നുമില്ല. നന്നായി കാലത്ത് എണീച്ചാൽ നല്ല എപ്പോഴും ഫ്രഷായിട്ട് ഭഗവാന് ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഞങ്ങൾക്ക് തന്നു ഭഗവാൻ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു സായിറാം. അങ്ങനെ എണീച്ച് നടക്കാൻ പറ്റാതെ ഇരുന്ന ഞാൻ 2 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയി. 4 പ്രാവശ്യമായിട്ട് 2 പ്രാവശ്യമായിട്ട് ഭഗവാന്റെ ദർശനം എനിക്ക്, അയ്യപ്പൻ്റെ നെയ്യാഭിഷേകത്തോടു കൂടിയുള്ള ദർശനം എനിക്ക് കാണാൻ കിട്ടി സായിറാം. ഇപ്പം ഇനി ജനുവരിയിൽ പോകണമെന്നുണ്ട്. വ്രതത്തിലാണ്. ഭഗവാൻ വിളിച്ചാൽ ഈ വർഷവും ശബരിമലയ്ക്ക് പോകുന്നതായിരിക്കും സായിറാം. ഇത്രയേ എന്ന് പറയുന്നുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ വിചാരിച്ച് കുറച്ച് എന്തൊക്കെയോ ഞാൻ മാറ്റി ഇതുമാതിരി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ക്ഷമിക്കുക.
അപ്പത്തെ ഒരു ഇതൊക്കെ ഓർത്ത് ഇപ്പോഴും ടെൻഷനൊന്നുമില്ല. പക്ഷേ അത് എങ്ങനെ പറയണമെന്ന് അറിയാതെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ ചെയ്തു തന്ന ഓരോരോ നല്ല കാര്യങ്ങൾ. അതാണ് ഭഗവാന് നന്ദി പറയുക. നമുക്ക് എന്തൊരു കാര്യം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാന് കൊടുക്കാനുള്ളത് നന്ദി മാത്രമാണ്. ഏതൊരു നമുക്ക് ഒരു പ്രവൃത്തി, നല്ല പ്രവൃത്തി, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഭഗവാന് നന്ദി പറയുക. അത്ര തന്നെ ഞാൻ പറയാനുള്ളൂ സായിറാം. ഇനിയും ഒരുപാട് പറയാനുണ്ട്, ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ വീട്ടിൽ തമിഴ് സംസാരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തമിഴ് വരാറുണ്ട്. അതാണ് ഇതും അതും കൂടെ അങ്ങനെ ആലോചിച്ച് പറയുന്നത്. ഇതിനെന്താണ് അർത്ഥം, അതിനെന്താണ് അർത്ഥം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തോട്ടത്തിലായതുകൊണ്ട് ഉറുമ്പ് കടിച്ചു സായിറാം പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.